12-ാം നൂറ്റാണ്ടിൽ മരണപ്പെട്ടു പോയ ഒരു മനുഷ്യനെ, അങ്ങനത്തെ ഒരു മനുഷ്യനെ ഭർത്താവായി കിട്ടിയെങ്കിൽ എന്ന് 20-ാം നൂറ്റാണ്ടിലെ യൂറോപ്യൻ പെണ്ണുങ്ങൾ പോലും ആഗ്രഹിക്കുന്നൊരവസ്ഥ ആണ് ഈ നോവലുകളും കഥകളും പാട്ടുകളും ഒക്കെ അവതരിപ്പിച്ചത്. മധ്യകാല യൂറോപ്പിലെ സ്ത്രീകൾ സുൽത്താൻ സലാഹുദ്ദീനെ ഒരു ശത്രുവായിട്ടല്ല, മറിച്ച് സ്വന്തം പുരുഷന്മാരെക്കാൾ ഉദാരമനസ്കനും സ്ത്രീകളോട് മാന്യമായി പെരുമാറുന്ന പ്രണയതുല്യമായ പെരുമാറ്റ മര്യാദകളുമുള്ള ഒരു ഉത്തമ പുരുഷനായിട്ട് സ്വന്തം ഭർത്താക്കന്മാരിൽ നിന്നും നേതാക്കന്മാരിൽ നിന്നും പരിക്കൻ പെരുമാറ്റം മാത്രം നേരിട്ട യൂറോപ്യൻ സ്ത്രീകൾക്ക് മുന്നിലേക്കാണ് സലാഹുദ്ദീൻ്റെ കഥകൾ. അതൊക്കെ സ്ത്രീകളെ മാറ്റി ചിന്തിപ്പിച്ചു. ഇന്നിപ്പോൾ നമ്മൾ അതിരുവിട്ട ഒരു സ്വാതന്ത്ര്യം സ്ത്രീകളുടെ കാര്യത്തിൽ യൂറോപ്പിൽ കാണുന്നുണ്ടെങ്കിൽ അടിസ്ഥാനപരമായി ഇതിൻ്റെ കാരണം ഇത്തരം കഥകളും നോവലുകളും നാടകങ്ങളും ഒക്കെ അവർക്കിടയിൽ ഉണ്ടാക്കിയ സ്വാധീനമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ബാലഡ് ഓഫ് ദ ഷ്രൗഡ് എന്ന ഒരു നാടൻ പാട്ടുണ്ട്. ഇത് ശീലത്തുണിയുടെ നാടൻ പാട്ട്. ശീലത്തുണി എന്ന കഫൻ തുണി, മരിക്കുന്ന മുമ്പ് കഫൻ തുണി ഒരുക്കി വെച്ചിരുന്നു. കഫൻ തുണി 3 കഷ്ണം കഫൻ തുണി തൻ്റെ സൈന്യത്തിൽപ്പെട്ട ഒരാളോട് എന്തു ചെയ്യും, ഇത് ഒരു കുന്തത്തിൽ കുത്തിയിട്ട് എന്ത് ചെയ്തും ആകെ നാട്ടിലാകെ പ്രദർശിപ്പിക്കാൻ കൽപ്പിക്കും. മരണക്കിടക്കെ കിടക്കാണ് ആര്? സലാഹുദ്ദീൻ കഫൻ തുണി നേരത്തെ ഒരുക്കി വെച്ചിരുന്നു. അപ്പോൾ അതാണ് ഇതിലുള്ള ഈ പ്രമേയം. ദി ബാലഡ് ഓഫ് ദ ഷ്രൗഡ് എന്ന നാടൻപാട്ട്, അതായത് ശീലത്തുണിയെക്കുറിച്ചുള്ള ഒരു നാടൻപാട്ട്. അതിലെന്താ പറയുന്നതെന്നാൽ, കഫൻ തുണി ഒരു കുന്തത്തിൽ കുത്തിയിട്ട് നാടാകെ ചുറ്റി നടക്കാൻ ഒരു സൈനികനോട് പറഞ്ഞു. എന്താ പറയേണ്ടത്? ഇതാണ് നാടാകെ അടക്കി ഭരിച്ചിരുന്ന സുൽത്താൻ അവസാനമായി ഇതേ കൊണ്ടുപോകുന്നുള്ളൂ കേട്ടോ എന്നൊരു സന്ദേശം. അത് പിന്നീട് പാടി നടന്നത് യൂറോപ്യന്മാരാണ്. 13-14 നൂറ്റാണ്ടുകളിൽ ജർമ്മനി, ഇംഗ്ലണ്ടിലെ നാടൻപാട്ടത്. അത്ഭുതം. ഇത് സംഭവം അത്ഭുതമാണ്. അതായത് ഒരു വൻകര മുഴുവനും ഒരു മനുഷ്യനെക്കുറിച്ച് 1000-ഓളം കൊല്ലം പാട്ടും പ്രസംഗവും നാടൻ പാട്ടും സിനിമയും നാടകവും ആയിരക്കണക്കായി കൊല്ലം ഈ ഒരു ജനത മുഴുവൻ ഇപ്പോൾ ഈ മനുഷ്യൻ്റെ പിന്നാലെയാണ്. ഈ 21-ാം നൂറ്റാണ്ടിൽ 2000-ന് ശേഷം സിനിമ ഇറങ്ങിയിട്ടുണ്ട് സലാഹുദ്ദീനെ പറ്റി. സലാഹുദ്ദീൻ്റെ മരണസമയത്തെ ലാളിത്യത്തെയും ദാനധർമ്മത്തെയും കുറിച്ച് യൂറോപ്പിൽ കവികൾ പാടിയിരുന്ന ഏറ്റവും വൈകാരികമായ ഒരു നാടോടിപ്പാട്ടാണ് ഈ ദി ബാലഡ് ഓഫ് ദി ഷ്രൗഡ് എന്ന ഈ പാട്ട്. ഒരു വലിയ സാമ്രാജ്യത്തിലെ സുൽത്താൻ ആയിരുന്നിട്ടും തൻ്റെ സമ്പാദ്യമെല്ലാം പാവപ്പെട്ടവർക്ക് ദാനം ചെയ്തതിനാൽ മരണസമയത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. തൻ്റെ ശവക്കച്ച, അതായത് കഫൻ തുണി, ഒരു കുന്തത്തിൻ്റെ അറ്റത്ത് കെട്ടി ഉയർത്തുക. അദ്ദേഹം തൻ്റെ വിശ്വസ്തനായ ഒരു സൈനികനോട് മരിക്കുന്നതിന് തൊട്ടു മുമ്പ് നടത്തിയ ഒരു അഭ്യർത്ഥനയാണത്. എൻ്റെ ഈ കഫൻ തുണി ഒരു കുന്തത്തിൻ്റെ അറ്റത്ത് കെട്ടി ഉയർത്തുക, എന്നിട്ട് അത് നഗരത്തിലെ തെരുവുകളിലൂടെ കൊണ്ടുപോയി ജനങ്ങളോട് ഉറക്കെ വിളിച്ചു പറയുക. ലോകം കീഴടക്കിയ മഹാരാജാവ് സലാഹുദ്ദീൻ തൻ്റെ മരണശേഷം ഈ ഭൂമിയിൽ നിന്ന് കൊണ്ടുപോകുന്നത് ഈ ഒരു കഷ്ണം തുണി മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ സമ്പാദ്യമെല്ലാം അദ്ദേഹം സമൂഹത്തിന് വേണ്ടി മാത്രം നൽകിയിരിക്കുന്നു. ഭരണാധികാരിയുടെ ആർത്തിക്കും ദാർഢ്യത്തിനുമെതിരെ യൂറോപ്പിലെ പാവപ്പെട്ട ജനങ്ങൾ ഈ പാട്ടിനൊരു വലിയ സന്ദേശമായി ഏറ്റെടുത്തു. ഒരു മുസ്ലിം ശത്രു ചക്രവർത്തി കാണിച്ച ഈ പരമമായ ത്യാഗവും ദാനമനസ്സും യൂറോപ്യൻ കവികൾ തങ്ങളുടെ കൊട്ടാരങ്ങളുടെ രാജാക്കന്മാരെ പരിഹസിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തും. ഇതായിരിക്കാം പിന്നീട് എന്ത് വരുന്നത്. ഞാൻ ഈ പ്രൊട്ടസ്റ്റന്റിനിസം വരുന്നതിൻ്റെ അടിസ്ഥാന കാരണം എന്താണ്? പിരിവിന് മാർപ്പാപ്പ ജർമ്മനിയിലേക്ക് വരിക. അതായത് റോമിൽ പ്രധാന പള്ളി പുതുക്കി പണിയാൻ വേണ്ടി പിരിവിന് വരികയാണ് ആര്? ജർമ്മനിയിലേക്ക് വരികയാണ് റോമിൽ നിന്ന് മാർപ്പാപ്പ. അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ സദസ്സിൽ വെച്ച് മാർട്ടിൻ ലൂതർ ചോദ്യം ചെയ്യാം, ഇത്തരം കൊട്ടാരങ്ങളും ഇത്തരം സൗകര്യങ്ങളും സാധുക്കളെ പരിഗണിക്കാതെ പടച്ചുണ്ടാക്കാൻ ആരാണ് നിങ്ങളോട് കൽപ്പിച്ചത്? ഇതൊക്കെ എവിടുന്നാണ് നിങ്ങൾക്ക് കിട്ടിയത്? ഇത് ചോദ്യം ചെയ്യാനുള്ള ധൈര്യം അടിസ്ഥാനപരമായി യൂറോപ്യർക്ക് ഇല്ല. ഇതൊക്കെ ഇതിൽ നിന്ന് കിട്ടിയതാണ്. ഇത് ശുദ്ധമായ ചരിത്രമാണ്. ഇത് കേവലം മിത്തല്ല, ഒരു ശുദ്ധമായ ചരിത്രം. അപ്പം യൂറോപ്പിനെ സത്യത്തിൽ അട്ടിമറിച്ചത് ആരാണ്? സലാഹുദ്ദീൻ തന്നെയാണ്. ഇഷ്ടം പോലെ ദി ബാലഡ് ഓഫ് ദ ക്യാപ്റ്റീവ് ലവർ, ഒരു എന്താ പറയുക ഒരു തടവിലാക്കപ്പെട്ട മനുഷ്യൻ്റെ പ്രണയം, അതിനെക്കുറിച്ചൊരു നാടൻ പാട്ടുണ്ട്. അതായത് ഒരു യൂറോപ്യൻ യോദ്ധാവിനെ തടവിലാക്കപ്പെട്ട കൂട്ടത്തിൽ അയാൾ ഇങ്ങനെ അതിമനോഹരമായി പാട്ട് പാടും. അപ്പോൾ ഈ പാട്ടിനെ കുറിച്ച് അയാൾ രാത്രി കാലം മറ്റങ്ങൾ ഉറങ്ങുമ്പോഴും പാട്ട് പാടും. അപ്പോൾ ആരോ ഈ എന്ത് ചെയ്തു എന്നറിയോ? ഈ തടവുകാർക്ക് ജയിലിൽ കിടന്നിട്ട് ഉറങ്ങാൻ കഴിയുന്നില്ല. ഈ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ. അപ്പം അയാളെ ശക്തമായ അയാൾക്കെതിരെ ഒരു ശിക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ട് സുൽത്താന് കത്ത് കൊടുക്കുക. അപ്പോൾ സുൽത്താൻ ഇയാളെ വിളിച്ചു വരുത്തും. അപ്പോൾ എന്താ അങ്ങനെ പ്രശ്നം നീക്കും? അപ്പോൾ അയാൾ പറയും, എൻ്റെ കാമുകി യൂറോപ്പിലാണ്, എനിക്ക് രാത്രിയായ കാമുകിയെ ഓർമ്മ വരും. അപ്പം സ്വാഭാവികമായും പാട്ടു.
അപ്പോൾ സലാഹുദ്ദീൻ പറയും, എന്താണ്, നിങ്ങൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പെണ്ണിൻ്റെ, ഒരു ശുദ്ധമായ പ്രേമത്തിൻ്റെ മനസ്സുള്ള ഒരു വ്യക്തിയെ തടവിലാക്കാൻ എനിക്ക് കഴിയൂല, വെറുതെ വിടും. അതാണ് ഈ നാടൻ പാട്ടിന് ദ ബാലഡ് ഓഫ് ദ ക്യാപ്റ്റീവ് ലവർ എന്ന ഈ നാടൻ പാട്ടിൻ്റെ സത്യസന്ധമായ പ്രണയം സലാഹുദ്ദീൻ്റെ മനസ്സിനെ സ്പർശിച്ചു. യഥാർത്ഥ പ്രണയമുള്ള ഒരു ഹൃദയത്തെ തടവിലിടാൻ എനിക്ക് കഴിയില്ല. യാതൊരുവിധ മോചനദ്രവ്യവും വാങ്ങാതെ ആ യുവാവിന് സുൽത്താൻ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി. മാത്രമല്ല, കാമുകിക്ക് സമ്മാനമായി നൽകാൻ വിലപിടിപ്പുള്ള 2 അറബിക് പട്ടുവസ്ത്രങ്ങളും യാത്രക്കുള്ള സ്വർണ്ണ നാണയങ്ങളും സലാഹുദ്ദീൻ സ്വന്തം കയ്യിൽ നിന്നും ദാനമായി നൽകി അവനെ യൂറോപ്പിലേക്ക് യാത്രയാക്കി. ശത്രുക്കളുടെ വ്യക്തിപരമായ വികാരങ്ങളെപ്പോലും മാനിച്ച സുൽത്താൻ്റെ ചിത്രം ഈ പാട്ടിലൂടെ യൂറോപ്പിലെ പ്രണവകാവ്യങ്ങളുടെ ഭാഗമായി മാറി. ഇത്തരം നല്ല സംഭവങ്ങൾ, ആയിരക്കണക്കായ നാടകങ്ങളാണ് യൂറോപ്പിൽ സലാഡിൻ്റെ മഹത്വങ്ങൾ വിളിച്ചോതാൻ ഈ കഴിഞ്ഞ 900 കൊല്ലത്തിനുള്ളിൽ ഉണ്ടാക്കപ്പെട്ടത്. ആയിരക്കണക്കായ നാടകങ്ങൾ, ഓരോ നൂറ്റാണ്ടിലും നാടകങ്ങളുണ്ടായി സലാഹുദ്ദീനെ പറ്റി. ചില ഫേമസ് ആയ ചില ഫേമസ് ഹിസ്റ്റോറിക്കൽ പ്ലേസ്, ചില ഫേമസ് ആയ ചില നാടകങ്ങൾ മാത്രമല്ല, നാഥാൻ ദി വോയിസ് എന്ന ഒരു നാടകം ഗോത്തോൾഡ് ഇഫ്രൈം ലെസ്സിങ്ങിൻ്റെ നാടകം 1179 1779 രചിക്കപ്പെടുകയും 1779 ഇഫ്രൈം ലെസ്സിങ് ഈ നാഥാൻ ദി വോയിസ് എന്ന നാടകം എഴുതുന്നത്. 1783 ഇത് വേദിയിൽ അവതരിപ്പിച്ചു. ജർമ്മൻ സാഹിത്യത്തിലെ ഏറ്റവും പ്രശസ്തമായ ഈ നാടകത്തിൽ സലാഹുദ്ദീൻ ഒരു പ്രധാന കഥാപാത്രമാണ്. ഇസ്ലാം, ക്രൈസ്തവത, യഹൂദമതം എന്നീ 3 മതങ്ങളും പരസ്പര ബഹുമാനത്തോടെ എങ്ങനെയാണ് സലാഹുദ്ദീനിലൂടെ ജീവിച്ചത് എന്നാണ് ഈ നാടകത്തിൻ്റെ കഥാതന്തു. 1783 അതായത് 18ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലാണ് ആദ്യമായി നാടകവേദിയിൽ വരുന്നത്. പിന്നീട് ജർമ്മനിയിൽ ധാരാളമായി അവതരിപ്പിക്കപ്പെട്ട നാടകമാണിത്. വേറെയും ധാരാളം. സലാഡിൻ എന്നൊരു നാടകമുണ്ട്. ആ നാടകം പുറത്തിറങ്ങുന്നത് 1846 ആൽബർട്ട് ഡ്യൂപോണ്ടാണ് ഈ നാടകത്തിൻ്റെ രചയിതാവ്. 1846 കുരിശിന്റെ കാലത്ത് റിച്ചാർഡ് രാജാവുമായും സലാഹുദ്ദീൻ നടത്തിയ സമാധാന ചർച്ചകളെയും അദ്ദേഹത്തിൻ്റെ മര്യാദകളെയും അടിസ്ഥാനമാക്കി ഫ്രഞ്ച് ഭാഷയിൽ രചിക്കപ്പെട്ട പ്രശസ്തമായ നാടകമാണ് ഈ നാടകം. മറ്റൊരു നാടകം ദി ഹോളി ടെറർ എന്നാണ്. റിച്ചാർഡ് കാർപ്പൻ്ററാണ് ഈ നാടകം. 1989 ഈ നാടകം പുറത്തിറങ്ങി. ഇതൊക്കെ ഞങ്ങളോട് പറയാനുള്ള കാരണം എന്താ പറയുക, ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൽ വരെ ഇതൊക്കെ ഞാൻ പ്രശസ്തമായ ചില നാടകങ്ങൾ പറയുകയാണ്. ഈ കഴിഞ്ഞ 900 കൊല്ലത്തിനുള്ളിൽ ഇടയിൽ ആയിരക്കണക്കായ നാടകങ്ങളാണ് സലാഹുദ്ദീൻ എന്ന പേരിൽ ഒരു വൻകരയിൽ മുഴുവനും അവതരിപ്പിക്കപ്പെട്ടത്. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഇതൊരു അത്ഭുത സംഭവമാണ്. ഇത് മാത്രം നിങ്ങൾ പഠിക്കണം. അപ്പം നമ്മൾ ഇന്ന് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സലാഹുദ്ദീൻ്റെ പേരിൽ രചിക്കപ്പെട്ട നാടകങ്ങൾ എന്താ അതൊരു വിഷയക്കൂടെ? സലാഹുദ്ദീൻ്റെ പേരിൽ ലോകത്ത് രചിക്കപ്പെട്ട നാടകങ്ങൾ, സലാഹുദ്ദീൻ്റെ പേരിൽ രചിക്കപ്പെട്ട നാടൻ പാട്ടുകൾ, സലാഹുദ്ദീൻ ഈ 900 കൊല്ലത്തിനുള്ളിൽ രചിക്കപ്പെട്ട നാടൻ പാട്ടുകൾ. ഇപ്പൊ ഞാൻ പറ 1989 വരെ നാടകം ഇറങ്ങിയിട്ടുണ്ട്. സലാഹുദ്ദീൻ എന്ന പേരിൽ സലാഡിൻ ദ ഹോളി ടെറർ എന്നാണ് ആ നാടകത്തിന്റെ പേര്. 1989 നാടകം ഇറങ്ങുന്നത്. ജെറൂസലേം കീഴടക്കലിന് ശേഷം സലാഹുദ്ദീൻ ക്രൈസ്തവ സ്ത്രീകളോടും കുട്ടികളോടും പൊതുനാപ്പ് നൽകിയ മാന്യതയുടെ ചരിത്രമാണ് ആ നാടകത്തിലുള്ളത്. മ്യൂസിക്കൽ പ്ലേസ്, അതായത് സംഗീത നാടകങ്ങൾ, ഓപ്പറാസ് ആൻഡ് മ്യൂസിക്കൽ പ്ലേസ്, അതായത് മ്യൂസിക്കൽ സംഗീത നാടകങ്ങൾ 1900 അങ്ങനെ ധാരാളം നാടകങ്ങളുണ്ട്. ക്രൂസേഡർ ഇൻ ഈജിപ്റ്റ് എന്നൊരു നാടകമുണ്ട്. ജാമോക്കോ മേയർ ബിയറാണ് അതായത് 1824 ഇറ്റലിയിലാണ് ഈ നാടകം ആദ്യമായി അവതരിപ്പിക്കുന്നത്, വെനീസിൽ. ഈ വിഖ്യാത ഓപ്പറയിൽ കുരിശുദ്ധ കാലത്ത് ഈജിപ്തിന്റെ സുൽത്താനായ സലാഹുദ്ദീൻ കാരുണ്യവും ഉദാരതയുമാണ് ഇവിടുത്തെ പ്രമേയം. അതേപോലത്തെ വേറെ നാടകമുണ്ട്, ആന്ദ്രേ ഗ്രേഡറിയുടേതാണ് ഈ നാടകം. റിച്ചാർഡ് ദി ലയൺ ഹാർട്ടിനെ കുറിച്ചുള്ള അതിൽ പ്രധാനപ്പെട്ട 1784 ഈ നാടകം. ഫ്രാൻസിലെ പാരീസിൽ അവതരിപ്പിക്കപ്പെട്ട ഈ സംഗീത നാടകത്തിൽ റിച്ചാർഡ് രാജാവും സലാഹുദ്ദീനും തമ്മിലുള്ള ബന്ധത്തിൽ സലാഹുദ്ദീൻ കാണിക്കുന്ന ഉദാരമനസ്കതയും സ്നേഹവും അദ്ദേഹത്തിൻ്റെ കാരുണ്യവുമാണ് ചേർന്നത്. ധാരാളം സലാഹുദ്ദീൻ്റെ പശ്ചാത്താപത്തെ ജിയോ ബെന്നിപ്പാച്ചിനി എഴുതിയ 1850 പുറത്തിറങ്ങിയ നാടകം. അന്യമതസ്ഥരോടുള്ള അദ്ദേഹത്തിൻ്റെ കാരുണ്യം, അദ്ദേഹത്തിൻ്റെ നീതി നിർവഹണം. മിഡീവൽ മിറാക്കിൾ മിസ്റ്ററി പ്ലേസ് എന്ന തെരുവ് നാടകങ്ങൾ.
ദി പേജന്റ് ഓഫ് സലാഡിൻ എന്ന നാടകം. ഈ നാടകം ഏകദേശം 1380 ഈ നാടകം പുറത്തിറങ്ങുന്നത്. ഇംഗ്ലണ്ട്, മധ്യകാല ഇംഗ്ലണ്ടിലെ ഉത്സവങ്ങളിൽ ജനങ്ങൾക്ക് മുന്നിൽ അവതരിച്ച പ്രധാനപ്പെട്ട തെരുവ് നാടകമാണ് ഈ നാടകം. എന്താ നാടകത്തിൻ്റെ പേര്? ദി പേജന്റ് ഓഫ് സലാഡിൻ എന്നാണ് നാടകത്തിൻ്റെ പേര്. എന്ന പുറത്തിറങ്ങുന്നത് 1380. സാലാദി മരിക്കുന്ന 1193. ഈ നാടകം പുറത്തിറങ്ങുന്നത് ലണ്ടൻ തെരുവിൽ. ഈ നാടകം പുറത്തിറങ്ങുന്നത് 1380. അതായത് ഉത്സവങ്ങളിൽ, ഇംഗ്ലണ്ടിലെ ഉത്സവങ്ങളിലും മറ്റൊക്കെ പ്രധാനപ്പെട്ട തെരുവ് നാടകം ഈ നാടകമായിരുന്നു. അതായത് ക്രൈസ്തവർ പരാജയപ്പെട്ടിട്ടും സലാഹുദ്ദീൻ എന്ന ക്രൈസ്തവരുടെ ശത്രുവായ മുസ്ലിം ചക്രവർത്തിയുടെ നീതി, നന്മ, സാധാരണ ജനങ്ങൾക്ക് അദ്ദേഹം കാണിച്ചു കൊടുത്ത ത്യാഗം, സ്നേഹവായ്പ്, ദയാവായ്പ്, നീതി, ഇതൊക്കെ പെണ്ണുങ്ങളോട് കാണിച്ച മര്യാദ, ഇതൊക്കെയാണ് അതിൽ ചർച്ച. അങ്ങനെ നാടകം മാത്രമല്ല, ഞാൻ രണ്ടും പറഞ്ഞു. ഒന്ന് നാടോടിപ്പാട്ടുകൾ, അതേപോലെ തന്നെ ഓപ്പറകൾ, പിന്നെ അതേപോലെ തന്നെ എന്താണ് സംഗീത നാടകങ്ങൾ, അതേപോലെ തന്നെ എന്താ പറയുക വെസ്റ്റേൺ ക്ലാസിക്സായി എണ്ണപ്പെടാവുന്ന നോവലുകൾ. ഉദാഹരണം ദി താലിസ്മാൻ എന്നൊരു നോവലുണ്ട്. സർ വാൾട്ടർ സ്കോട്ടിൻ്റെതാണ് നോവൽ. ഈ നോവൽ പുറത്തിറങ്ങുന്നത് 1825. പാശ്ചാത്യ ലോകത്ത് സലാഹുദ്ദീൻ്റെ ഉദാത്തമായ പ്രതിച്ഛായ രൂപപ്പെടുത്തിയ ഏറ്റവും വിഖ്യാതമായ നോവലാണ്. കുരിശുദ്ധക്കാരായ പല ക്രൈസ്തവ രാജാക്കന്മാരും സ്വാർത്ഥരായി ചിത്രീകരിക്കപ്പെട്ടപ്പോൾ സലാഹുദ്ദീൻ അങ്ങേയറ്റം ദയാലുവും സംസ്കാര സമ്പന്നനുമായ ഒരു മുസ്ലിമായ നായകനായിട്ടാണ് ഇതിൽ അവതരിപ്പിക്കുന്നത്. സർ വാൾട്ടർ സ്കോട്ടിൻ്റെ ദി താലിസ്മാൻ എന്ന നോവൽ സലാഹുദ്ദീൻ അയ്യൂബിയുടെ മതസഹിഷ്ണുത, ഉദാരത, ഇതെല്ലാം ഇതിൽ അത്ഭുതമായ രോഗശാന്തി. ഈ താലിസ്മാൻ എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം തന്നെ എന്താണെന്ന്, റിച്ചാർഡ് ദി ലയൺഹാർട്ട് പനി ബാധിച്ച് കിടക്കുമ്പോൾ സലാഹുദ്ദീൻ എന്ത് ചെയ്യാന്നറിയോ? അഡോൺ ബക്കിൽ ഹക്കീം എന്ന പേരിൽ ഒരു സാധാരണ മുസ്ലിം വൈദ്യനായി വേഷം മാറി ക്രൈസ്തവ ക്യാമ്പിലേക്ക് വരിക. എന്നിട്ട് തൻ്റെ പക്കലുള്ള അത്ഭുതകരമായ ഒരു മന്ത്രക്കല്ല് ഈ വെള്ളത്തിൽ മുക്കിയിട്ട്, ആ മന്ത്രക്കല്ല് മുക്കിയ വെള്ളം എന്ത് ചെയ്യാണ്? രാജാവിനെ കുടിക്കാൻ കൊടുത്തത് റിച്ചാർഡ് ലയൺഹാർട്ടിന് രോഗം മാറുന്നതാണ്. അതുകൊണ്ടാണ് ഇതിന് താലിസ്മാൻ എന്നുള്ള പേര് കൊടുത്തത്. രാജാവിന് രോഗം സുഖപ്പെടുത്തി. ഏറ്റവും രാഷ്ട്രീയ ശത്രുവിൻ്റെ പോലും ജീവൻ രക്ഷിക്കാൻ ഒരു ഭരണാധികാരി നേരിട്ട് വേഷം മാറി വന്നു എന്നാണ് ഞാൻ പറഞ്ഞ. ചരിത്രത്തിൽ രണ്ട് പക്ഷമുണ്ട്. ഒന്ന് വേഷപ്രച്ഛന്നനായ ഒരു വൈദ്യനായി വന്നു റിച്ചാർഡിന് രോഗം മാറ്റാൻ വേണ്ടി. സലാഹുദ്ദീൻ വൈദ്യനായി വേഷം മാറി വന്നു എന്നും ഒരു വിഭാഗം ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. അതല്ല, ഒരു മുസ്ലിം വൈദ്യൻ്റെ കയ്യിൽ ഈ സൗകര്യങ്ങളൊക്കെ കൊടുത്തയച്ചൊന്നും രണ്ട് വിഭാഗം ചരിത്രമുണ്ട്. ഈ വിഷയത്തിലൊക്കെ നോവലുകളും കഥകളും എല്ലാം ഉണ്ട്. ഈ നോവലിലെ ഒരു കഥയാണ്, ഇതൊക്കെ ചരിത്ര നോവലാണ്. താലിസ്മാൻ എന്നതൊരു മന്ത്രക്കല്ല്, ഒരു തിരുശേഷിപ്പ്. റിച്ചാർഡ് രാജാവിനെ ചികിത്സിക്കാൻ വേഷം മാറി വന്ന സലാഹുദ്ദീൻ ഈ താലിസ്മാൻ ശുദ്ധമായ തണുത്ത വെള്ളത്തിൽ മുക്കി ആ വെള്ളമാണ് രാജാവിന് കുടിക്കാൻ കൊടുത്തത്. സുൽത്താൻ്റെ ഈ ചികിത്സയിലൂടെയാണ് റിച്ചാർഡ് ലയൺഹാർട്ടിൻ്റെ മാരകമായ പനിയിൽ നിന്ന് രോഗമുക്തി നേടുന്നത്. ഈ നോവൽ പുറത്തിറക്കിയതിനു ശേഷം യഥാർത്ഥ ചരിത്രത്തിൽ സലാഹുദ്ദീൻ റിച്ചാർഡ് രാജാവിന് രോഗം വന്നപ്പോൾ മൗണ്ട് ഹെർമോണിൽ നിന്നും എന്താ പറയുക ഐസ് കട്ടകൾ, പഴങ്ങളൊക്കെ തൊടിച്ച സംഭവം വാൾട്ടർ സ്കോട്ട് ഈ അത്ഭുതകരമായ താലിസ്മാൻ എന്ന പ്രമേയത്തിലൂടെ അവതരിപ്പിക്കുകയാണ്. കോൺക്ലേവ് സമ്മേളനത്തിൽ സമാധാന സന്ദേശം, അതും ഈ നോവലിൻ്റെ ഒരു പ്രമേയമാണ്. രാജാക്കന്മാരും കുരിശുദ്ധക്കാരായ രാജാക്കന്മാരും പ്രഭുക്കന്മാരും ഒത്തുചേർന്ന കൗൺസിൽ യോഗത്തിലേക്ക് സലാഹുദ്ദീൻ്റെ ഒരു ഔദ്യോഗിക ദൂതൻ കടന്നു വരുന്നു. രാഷ്ട്രീയമായ ശത്രുത നിലനിൽക്കുമ്പോഴും ജെറൂസലേമിലെ പാവപ്പെട്ട ജനങ്ങളെ പട്ടിണിയിൽ നിന്നും യുദ്ധക്കെടുതിയിൽ നിന്നും രക്ഷിക്കാൻ താൻ സമാധാനത്തിന് തയ്യാറാണെന്ന സന്ദേശമാണ് സുൽത്താൻ ഈ കത്തിലൂടെ അറിയിക്കുന്നത്. അതായത് ഒരു സമാധാന ചർച്ച നടത്താം. അപ്പോൾ എന്തിനും ഞാൻ തയ്യാറാണ്. കാരണം യൂറോപ്പിൽ വന്ന ആളുകൾ പട്ടിണിയിലായതുകൊണ്ട് അവരെ പട്ടിണിക്ക് പരിഹാരം നമ്മൾ എത്രയും പെട്ടെന്ന് യുദ്ധം നിർത്തലാണെങ്കിൽ യുദ്ധം നിർത്താൻ ഞാൻ തയ്യാറാണെന്ന സന്ദേശം കൊടുത്തയച്ചു. അതേപോലെ തന്നെ യൂറോപ്പിനെ സംബന്ധിച്ചതും നൈറ്റ് ട്രംബ്ലേഴ്സ് നിങ്ങൾക്കറിയാലോ, അവരാണ് എല്ലാവിധ വൃത്തികേടുകളും ഈ ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ കാട്ടിയിട്ടുള്ളത്. ആ കൂട്ടത്തിൽ അവർ നടത്തിയ സുൽത്താനോട് കാണിച്ച ചതി, വഞ്ചന, അതിന് പകരം സുൽത്താൻ കാണിച്ചിട്ടുള്ള ദയാവായ്പും സ്നേഹവും ആത്മാർത്ഥതയും ഒക്കെ ഈ നോവലിലെ പ്രധാനപ്പെട്ട ചർച്ചയാണ്. സലാഹുദ്ദീനെ വധിക്കാൻ ഗൂഢാലോചന നടത്തുന്ന നൈറ്റ് ടെംപ്ലേഴ്സിനെ കുറിച്ച് ഇതിൽ പറയുന്നുണ്ട്. അതേ സമയത്ത് ഒരു സ്ഥലത്തേക്ക് സമാധാന ചർച്ചയ്ക്ക് വേണ്ടി സലാഹുദ്ദീനെ ക്ഷണിക്കും. അതേ സമയത്ത് അവിടുന്ന് എന്ത് ചെയ്യും? യൂറോപ്പിലെ ഏറ്റവും ക്രൂരന്മാരായ ഒരു വിഭാഗമാണ് നൈറ്റ് ടെംപ്ലേഴ്സ്. അവർ ഈ സമാധാന ചർച്ചയിൽ വെച്ച് സലാഹുദ്ദീനെ കൊല്ലാൻ വേണ്ടി പദ്ധതിയിട്ടാണ്. പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ അപാരമായ ബുദ്ധിശക്തി കൊണ്ടും മറ്റും അദ്ദേഹം അത് മനസ്സിലാക്കുകയും എന്നാൽ പ്രതികാരം ചെയ്യാതെ യുദ്ധ നിയമങ്ങൾ മാത്രം അവരെ മേൽ നടപ്പിലാക്കുകയും ചെയ്യുന്ന സംഭവം ഈ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഈജിപ്ത് രാജകുമാരിയോടും സ്ത്രീകളോടും കാണിച്ച ബഹുമാനവും ഈ താലിസ്മാൻ എന്ന ഈ നോവലിൽ പറയുന്നുണ്ട്. ഈജിപ്തിൽ പ്ലാന്റാജനറ്റ് രാജകുമാരി ഉൾപ്പെടെയുള്ള കുരിശുദ്ധ ക്യാമ്പിലെ സ്ത്രീകളോട് സലാഹുദ്ദീൻ കാണിക്കുന്ന ബഹുമാനം നോവലിൽ ഉടനീളം അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്.
ടാലിസ്മാൻ എന്ന നോവൽ ധാരാളമുണ്ട്. അതേപോലെ തന്നെ പ്രധാനമായി അദ്ദേഹത്തെക്കുറിച്ച് വന്ന 1904 വന്ന മറ്റൊരു നോവലാണ് ദി ബ്രദറൻ എന്ന നോവൽ. അതിൻ്റെ രചയിതാവ് എച്ച് റൈഡർ ഹഗ്ഗാർഡാണ്. ഹിത്യൻ യുദ്ധവും ജെറൂസലേം കീഴടക്കും പശ്ചാത്തലമാക്കിയ ഈ നോവലിൽ സലാഹുദ്ദീൻ ശത്രുപക്ഷത്തെ സ്ത്രീകൾക്ക് നൽകുന്ന ബഹുമാനവും അദ്ദേഹത്തിന് നീതിനിഷ്ഠയുമാണ് പ്രധാനപ്പെട്ട പ്രമേയം. മതസഹിഷ്ണുത, കാരുണ്യം, ഇതൊക്കെ അദ്ദേഹത്തിനാൽ കണ്ട ഈ അത്ഭുതകരമായ കാര്യങ്ങൾ പാശ്ചാത്യ ലോകത്തെ അത്ഭുതപ്പെടുത്തി. റോസാമണ്ട് രാജകുമാരിയോടും സലാഹുദ്ദീൻ കാണിച്ച പ്രതിതുല്യമായ സ്നേഹം അതൊക്കെ ഈ നോവൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതായത് രാജകുമാരി യുദ്ധത്തിൽ തോറ്റ സൈന്യത്തിന് രാജകുമാരി സലാഹുദ്ദീൻ്റെ തടവുകാരിയാവുമ്പോൾ ഒരു തടവ് പുള്ളി എന്നതിന് പകരം ഒരു രാജകുമാരിയോട് കാണിക്കുന്ന ബഹുമാനം, സ്നേഹം, മര്യാദ, ഇതെല്ലാം ബഹുമാൻ സുൽത്താൻ സലാഹുദ്ദീൻ ഒരു യൂറോപ്യൻ രാജകുമാരിയോട് കാണിച്ചു എന്ന് അതിൽ കാണാം. ഹിത്തീൻ യുദ്ധത്തിലെ കാരുണ്യം, ഉദാരത, മുസ്ലിം സൈന്യം പൂർണ്ണ വിജയം നേടുകയും ക്രൈസ്തവ യോദ്ധാക്കൾ പരാജയപ്പെടും. എന്നാൽ യുദ്ധത്തിന് ശേഷം പരിക്കേറ്റ ശത്രു സൈനികരോടും തടവുകാരോടും സലാഹുദ്ദീൻ കാണിക്കുന്ന ഉദാഹരണയും ഈ നോവൽ ചർച്ചയാക്കുന്നുണ്ട്. ജെറൂസലേമിൻ്റെ കീഴടങ്ങിൽ പുതുമാപ്പ്, അതെല്ലാം മിഥൽഡേ. അതേപോലെ തന്നെ മിഥൽഡേ ഒരു 1805 പ്രസിദ്ധീകരിച്ച മിഥൽഡേ എന്ന ഒരു നോവലുണ്ട്. മിഥൽഡേ മെമ്മേഴ്സ് ഡ്രോൺ ഫ്രം ദ ഹിസ്റ്ററി ഓഫ് ദ ക്രൂസേഡ്സ് എന്ന പുസ്തകം. അത് സോഫി കോട്ടിനാണ് അതിൻ്റെ രചയിതാവ്. 1805. ഇതിലും ഇതേപോലെ തന്നെ മിഥൽഡേ രാജകുമാരിയോട് സലാഹുദ്ദീൻ കാണിച്ച മര്യാദ, അതേപോലെ തന്നെ സലാഹുദ്ദീൻ്റെ അനുജൻ ആഡിൽ ഈ രാജകുമാരിയെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുകയും ആ കല്യാണം കഴിക്കുമ്പോൾ തന്നെ യാതൊരുവിധ അവർ മുസ്ലിം ആകണമെന്ന് ഇസ്ലാമിൽ അങ്ങനെ നിയമമുണ്ടല്ലോ. അവരൊക്കെ എന്താ പറയുക, അടിസ്ഥാനപരമായ ക്രിസ്ത്യാനികൾ, ആ ക്രിസ്ത്യാനിയായി നിന്നുകൊണ്ട് തന്നെ അങ്ങനെ വേറെയും രാജാക്കന്മാരൊക്കെ എന്തുകൊണ്ടെന്നാലും ഇടയിലുള്ള ശത്രുത ഇല്ലാതാക്കാൻ വേണ്ടി രാജകുമാരിയെ തൻ്റെ അനുജന് കല്യാണം കഴിക്കാൻ അവസരം സലാഹുദ്ദീൻ ഉണ്ടാക്കി കൊടുക്കുക. എന്നിട്ട് യൂറോപ്പും ഏഷ്യയും തമ്മിലുള്ള അകലം കുറക്കുക, ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിലുള്ള അകലം ഇല്ലാതെയാക്കുക പോലെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ പ്രധാനമായ ചർച്ചയാക്കി അവതരിപ്പിക്കുന്നുണ്ട്. ധാരാളം ഞാൻ വിശദീകരിക്കുന്നില്ല. അതേപോലെ തന്നെ ഓക്സ്ഫോർഡിൻ്റെ പുസ്തകങ്ങളുണ്ട്. സലാഡിൻ പ്രിൻസ് ഓഫ് ചിവൽറി എന്ന ഒരു അതിപ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ യൂറോപ്യൻ പുരുഷന്മാരെക്കാൾ ഉന്നതമായ മാന്യനായ യോദ്ധാവ് ചരിത്രരേഖയാണ് പ്രിൻസ് ഓഫ് ചിവൽറി എന്നത്. ഒരു ഓക്സ്ഫോർഡിൻ്റെ ഒരു ചരിത്രരേഖയാണ് മഹാനായ സുൽത്താൻ സലാഹുദ്ദീനെ കുറിച്ച്. എഴുത്തുകാരൻ ചാൾസ് റോസ്ബോൾട്ടാണ് 1930 ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയാണ് ആ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. ബഹുമാനപ്പെട്ട സുൽത്താൻ സലാഹുദ്ദീൻ്റെ സ്ത്രീകളോടുള്ള ബഹുമാനം റൊമാൻറ്റിക് ഹീറോ ആയിട്ടാണ് ആ പുസ്തകത്തിൽ ബഹുമാൻ സുൽത്താൻ സലാഹുദ്ദീൻ അവതരിപ്പിക്കുന്നത്. അതായത് 12ാം നൂറ്റാണ്ടിൽ മരണപ്പെട്ടു പോയ ഒരു മനുഷ്യനെ, അങ്ങനത്തെ ഒരു മനുഷ്യനെ ഭർത്താവായി കിട്ടിയെങ്കിൽ എന്ന് 20ാം നൂറ്റാണ്ടിലെ യൂറോപ്യൻ പെണ്ണുങ്ങൾ പോലും ആഗ്രഹിക്കുന്നൊരവസ്ഥ ആണ് ഈ നോവലുകളും കഥകളും പാട്ടുകളും ഒക്കെ അവതരിപ്പിച്ചത്. മധ്യകാല യൂറോപ്യൻ സ്ത്രീകൾ സുൽത്താൻ സലാഹുദ്ദീനെ ഒരു ശത്രുവായിട്ടല്ല, മറിച്ച് സ്വന്തം പുരുഷന്മാരെക്കാൾ ഉദാരമനസ്കനും സ്ത്രീകളോട് മാന്യമായി പെരുമാറുന്ന പ്രണയതുല്യമായ പെരുമാറ്റ മര്യാദകളുമുള്ള ഒരു ഉത്തമ പുരുഷനായിട്ട് സ്വന്തം ഭർത്താക്കന്മാരിൽ നിന്നും നേതാക്കന്മാരിൽ നിന്നും പരിക്കൻ പെരുമാറ്റം മാത്രം നേരിട്ട യൂറോപ്യൻ സ്ത്രീകൾക്ക് മുന്നിലേക്കാണ് സലാഹുദ്ദീൻ്റെ കഥകൾ. അതൊക്കെ സ്ത്രീകളെ മാറ്റി ചിന്തിപ്പിച്ചു. ഇന്നിപ്പം നമ്മൾ അതിരുവിട്ട ഒരു സ്വാതന്ത്ര്യം സ്ത്രീകളുടെ കാര്യത്തിൽ യൂറോപ്പിൽ കാണുന്നുണ്ടെങ്കിൽ അടിസ്ഥാനപരമായി ഇതിൻ്റെ കാരണം ഇത്തരം കഥകളും നോവലുകളും നാടകങ്ങളും ഒക്കെ അവർക്കിടയിൽ ഉണ്ടാക്കിയ സ്വാധീനമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ധാരാളം സംഭവങ്ങളുണ്ട്. ഞാൻ ഒരു കോട്ടക്കുള്ളിൽ, കിഴക്ക് കോട്ടയിൽ യുദ്ധം നടക്കുന്ന കോട്ടയെ ഉപദേശിക്കുന്നുണ്ട് സുൽത്താൻ സലാഹുദ്ദീൻ. അതേ സമയത്ത് വിവരം കിട്ടുകയാണ് എന്ത്, കോട്ടയിൽ രാജാവിൻ്റെ വളർത്തുപുത്രൻ്റെ കല്യാണം നടക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ എന്ത് ചെയ്യാണ്, ആ കോട്ടയോട് ആ കല്യാണത്തോടൊക്കെ ബഹുമാനം കാണിക്കാമെന്ന് മാത്രമല്ല, വധൂവരന്മാർ കല്യാണം കഴിഞ്ഞ് ആ രാത്രി താമസിക്കുന്ന ഏരിയയെ അന്വേഷിച്ചു അതിൻ്റെ കൃത്യമായ സ്കെച്ച് തരാൻ വേണ്ടിയിട്ട് ശത്രു സൈന്യത്തോട് സുൽത്താൻ സലാഹുദ്ദീൻ പറഞ്ഞു. എന്നിട്ട് കോട്ട ഉപരോധിക്കുന്ന ആളുകൾ സൈന്യത്തോട് പറയുകയാണ് എന്ത്, അന്ന് വധൂവരന്മാർ താമസിക്കുന്ന ഏരിയയാണ്, ആ ഭാഗത്തേക്ക് നിങ്ങളൊരു ശല്യം പോകാൻ പാടില്ല. കോട്ടയെ ഉപരോധിച്ചിരിക്കുകയാണ് രാജാവ്. അതേ സമയത്ത് പോലും വിവാഹം, അവരുടെ കാര്യങ്ങൾ, ആ ഒരു പെണ്ണിനും ഒരാണിനും ഒരു രാത്രി സന്തോഷമായി താമസിക്കുന്ന ഒരു സാഹചര്യത്തെ ഇല്ലാതാക്കരുത്. ഇതൊക്കെ പിൽക്കാലഘട്ടത്തിൽ വലിയ സംഭവമായി യൂറോപ്പ് അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിലൊക്കെ ധാരാളം പ്രമേയങ്ങളും ചർച്ചകളും ഒക്കെ വന്നതായി കാണാം. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല.
സ്വന്തം സ്ത്രീകളെ യുദ്ധം മുതലായി കണ്ട് ഉപദ്രവിച്ചിരുന്ന യൂറോപ്യൻ സൈനിക മേധാവികളുമായി താരതമ്യം ചെയ്യുമ്പോൾ സലാഹുദ്ദീൻ കാണിച്ച മഹത്തായ ആ ബഹുമാനം, സ്നേഹം, അവരോടൊക്കെ കാണിച്ചിട്ടുള്ള വല്ലാത്ത ഒരു, അതുകൊണ്ട് തന്നെ എന്തുണ്ടായിരുന്ന പിൽക്കാലഘട്ടത്തിലെ യൂറോപ്യൻ രാജാക്കന്മാർക്ക് ഒരു സ്വഭാവം ഉണ്ടായിരുന്നു അത്ര. അവർ പിന്നെ എന്ത് ചെയ്യുക, ഒരു സർണയമായിട്ട് സലാഡിൻ എന്ന പേരുപയോഗിച്ച എത്രയോ കുടുംബങ്ങളുണ്ട്. അതായത് ഞങ്ങളുടെ കുടുംബം സലാഡിനിലേക്ക് ചേർന്ന് പറയാം, ഒരു സർണയമായി ഉപയോഗിക്കുക, അങ്ങനത്തെ സംഭവങ്ങൾ ചരിത്രത്തിൽ ഇതിനെക്കുറിച്ചൊരു പഠനമുണ്ട്. അതായത് പറഞ്ഞുണ്ടാക്കുക, മനസ്സിലായില്ല, അങ്ങനെ ഉണ്ടല്ലേ പറഞ്ഞുണ്ടാക്കൽ. ഞങ്ങൾ കുഴപ്പത്തുടങ്ങൻ്റെ അവിടുന്ന് വന്ന ബാക്കിയാണ് എന്നൊക്കെ പറയാലോ എന്ന് പറയും പോലെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു അത്ര യൂറോപ്പിൽ. മധ്യകാലഘട്ടത്തിലൊക്കെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഒരു കുടുംബം പറയാം, ഞങ്ങളെ കുടുംബം അങ്ങനെ പോയാലും അവിടെ എത്തും, സലാഡിൻ്റെ കുടുംബത്തിലെത്തുന്നുണ്ട് ഞങ്ങൾ പറയൊരു വലിപ്പത്തിലായി പറയാം. സർണയമായിട്ട് യൂറോപ്പിൽ ഉപയോഗിച്ചു. ഈ വിഷയത്തിൽ പുസ്തകമുണ്ട്, സർണയമായി ഉപയോഗിച്ചു. ദി കേംബ്രിഡ്ജ് കമ്പാനിയൻ ടു ദ ലിറ്ററേച്ചർ ഓഫ് ദ ക്രൂസേഡ്സ് എന്ന ആന്റണി ബെയിൻ്റെ പുസ്തകമാണത്. 2019 കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിച്ച പുസ്തകം. കേംബ്രിഡ്ജ് കമ്പാനിയൻ ടു ദി ലിറ്ററേച്ചർ ഓഫ് ദി ക്രൂസേഡ്സ് എന്ന പുസ്തകം, അത് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പുസ്തകം പ്രസിദ്ധീകരിച്ചത്. അത് എന്തെന്നറിയോ, ഈ പുസ്തകത്തിൽ പ്രധാനമായ പ്രമേയം പിൽക്കാലഘട്ടത്തിൽ യൂറോപ്പിലെ തറവാട്ടുകാരിൽ പലരും എന്ത് പറഞ്ഞു വരുത്തിയിരുന്നു, ഞങ്ങളുടെ കുടുംബം സലാഹുദ്ദീനും കുടുംബമായി ചേർക്കുന്ന, അങ്ങനെ ചെന്നാൽ ഞങ്ങൾ സലാഹുദ്ദീൻ്റെ കുടുംബത്തിൽ ചേരുന്ന ഒരു കുടുംബമാണെന്ന് പറഞ്ഞു വരുത്തിയിരുന്നു എന്ന്. അത് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിച്ച പുസ്തകത്തിലുണ്ട്. അപ്പം നിങ്ങൾ ചിന്തിച്ച് നോക്ക്. അവർ അതേപോലെ ഇറ്റലി, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളിൽ ചില പ്രഭുക്കളും ഇതൊരു വിശിഷ്ട പേരായി അവരുപയോഗിച്ചു. വിശുദ്ധമായ ഒരു എന്താ പറയുക, ഒരു സ്റ്റാറ്റസ്, ഒരു സെയിൻറ്റ്ലി സ്റ്റാറ്റസ്, ഒരു വിശുദ്ധമായ പരിവേഷം, അതിന് ഒരു സെയിൻറ്റിൻ്റെ പരിവേഷം ഉണ്ടാകുക. അത് ഞങ്ങളൊക്കെ വിശുദ്ധന്മാരാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് സലാഡിൻ്റെ കുടുംബത്തിലേക്ക് ചേർത്ത് പറയാം. ഇതൊക്കെ അവരുടെ പിൽക്കാലഘട്ടത്തിൽ ചരിത്രകാരൻ ജോൺ മാൻ എഴുതിയ സലാഡിൻ എന്ന പുസ്തകത്തിൽ ഈ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. സെയിൻറ്റ് ഫ്രാൻസിസിനെ പോലെ പ്രശസ്തനായ ഒരേ ഒരു വ്യക്തി യൂറോപ്പിൽ കഴിഞ്ഞ 1000 കൊല്ലത്തിനുള്ളിൽ സലാഹുദ്ദീൻ മാത്രമാണ് എന്ന് ദി സലാഡിൻ എന്നൊരു പുസ്തകമുണ്ട്. ചരിത്രകാരനായിരുന്ന ജോൺ മാൻ്റെ പുസ്തകമാണ്. ഒരു സെയിൻറ്റ്ലി സ്റ്റാറ്റസ് ഉണ്ടായി. അതായത് സെയിൻറ്റ് ഫ്രാൻസിസിനെ പോലെ കഴിഞ്ഞ 1000 വർഷത്തിനുള്ളിൽ യൂറോപ്പ് കൊണ്ട ഒരേ ഒരു വ്യക്തി സുൽത്താൻ സലാഹുദ്ദീനാണ് എന്ന്. മാത്രമല്ല, കുട്ടികൾക്ക് സലാഡിൻ എന്ന് പേരിടുന്ന രീതി ഉണ്ടായിരുന്നു. അത് കുട്ടികൾക്ക് പിശാചിൽ നിന്നും മറ്റുമൊക്കെ ഒരു രക്ഷാകവചമായി നിൽക്കുമെന്ന വിശ്വാസം ഉണ്ടായിരുന്നു യൂറോപ്യന്മാർക്ക്. കുട്ടിക്ക് എന്ത് പേരിട്ടാൽ, സലാഡിൻ എന്ന കുട്ടിക്കൊരു പേര് കൊടുത്താൽ ആ കുട്ടിക്ക് എന്തുണ്ട്, ഒരു രക്ഷാകവചം, ഒരു ദൈവികമായ ഒരു സെയിൻറ്റ്ലി സ്റ്റാറ്റസ്. മനസ്സിലായില്ല? ഒരു സെയിൻറ്റ് മനസ്സിലായില്ലേ? ഒരു വിശുദ്ധനായപ്പോൾ നമ്മൾ അബ്ദുൽ ഖാദർ എന്നൊക്കെ നമ്മൾ കൊടുക്കും. എന്താണ് നമ്മൾ കുട്ടികൾക്ക് അങ്ങനെ കൊടുക്കുമല്ലോ, അബ്ദുൽ ഖാദർ. അത് ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനിയുടെ പേര് കിട്ടിയാൽ കുട്ടികൾക്കൊരു ഒരു രക്ഷ ഉണ്ടാവും എന്നൊക്കെ ഒരു വിശ്വാസം ഉണ്ടല്ലോ. അങ്ങനെ ഉണ്ടല്ലോ. റിഫായി എന്നൊക്കെ പേര് കൊടുക്കല്ലോ, റിഫായി, അങ്ങനെയൊക്കെ ഇഷ്ടംപോലെ പേരുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പം എന്നൊക്കെ പോലെ ഒരു സെയിൻറ്റ്ലി സ്റ്റാറ്റസ്, ഒരു വിശുദ്ധമായ പരിവേഷം കിട്ടുക. അതേപോലെ തന്നെ രക്ഷാ കവചം കുട്ടികൾക്ക് ഉണ്ടാവുക. ഈ സലാഡിൻ്റെ പേര് കൊടുത്ത ആ കുട്ടികൾക്ക് ഒരു ദൈവികമായ രക്ഷാകവചം കിട്ടുമെന്ന വിശ്വാസം പിൽക്കാലഘട്ടത്തിൽ യൂറോപ്യന്മാർക്ക് ഉണ്ടായിരുന്നു എന്ന് ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയതായി കാണാം. ഏത് പുസ്തകം? ദി കേംബ്രിഡ്ജ് കമ്പാനിയൻ ടു ദി ലിറ്ററേച്ചർ ഓഫ് ദി ക്രൂസേഡ്സ് എന്ന ഗ്രന്ഥം ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ പെരുമാറ്റച്ചട്ടം രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഓർഡിൻ ദി ഷിവാൽറിയാണ് യൂറോപ്പിൻ്റെ ആദ്യത്തെ പെരുമാറ്റച്ചട്ടം. ഈ പെരുമാറ്റച്ചട്ടത്തിൻ്റെ അടിസ്ഥാനം സുൽത്താൻ സലാഹുദ്ദീനാണ്. അതായത് മനുഷ്യർ തമ്മിൽ, കുടുംബങ്ങൾ തമ്മിൽ, രാജ്യങ്ങൾ തമ്മിൽ കാണിക്കേണ്ട ഒരു മാനുവൽ, ഒരു പെരുമാറ്റച്ചട്ടം. ഓർഡിൻ ദി ഷിവാൽറി ഇതാണ് യൂറോപ്പിൻ്റെ ആദ്യത്തെ പെരുമാറ്റച്ചട്ട മാനുവൽ. അതിൽ അവലംബിച്ചത് സുൽത്താൻ സലാഹുദ്ദീനെയാണ്. തങ്ങളുടെ മക്കൾ ധീരന്മാരാകാൻ ഫ്രഞ്ച് കൊട്ടാരങ്ങളിലെ പ്രഭുക്കന്മാർ മക്കൾക്ക് സലാഹുദ്ദീൻ എന്ന പേര് കൊടുക്കുന്ന പതിവുണ്ടായിരുന്നു. കുലീനനായ സ്ത്രീകൾക്ക് അദ്ദേഹത്തോട് വലിയ ബഹുമാനമുണ്ട്. സാഹിത്യത്തിലെ ഈ റൊമാൻറ്റിക് ഹീറോ പരിവേഷം കാരണം സാധാരണ ജനങ്ങളും ഈ പേരിൽ ആകൃഷ്ടരായി. കുടുംബ പേരായി മാറി, സർണയമായി മാറി. ട്രാൻസ്ഫോർമേഷൻ ടു സർണയം. കാലക്രമേണ ഫ്രാൻസിലും ഇറ്റലിയിലും സലാഡിൻ എന്നത് കുട്ടികളുടെ പേര് എന്നതിലുപരി തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യുന്ന പ്രശസ്തമായ കുടുംബ പേരായി വരെ രൂപാന്തരപ്പെട്ടു.
അദ്ദേഹത്തിന് ഒരു ചക്രവർത്തിയായിട്ടും അദ്ദേഹം നയിച്ച അങ്ങേറ്റം ലളിതമായ ജീവിതം, സന്യാസതുല്യമായ ജീവിത രീതി, ദാനശീലം, യുദ്ധത്തിൽ വിജയിക്കുമ്പോൾ ലഭിക്കുന്ന കോടിക്കണക്കിന് വിലമതിക്കുന്ന സ്വർണവും രത്നങ്ങളും അദ്ദേഹം ഒരിക്കലും സ്വന്തം ആവശ്യത്തിന് മാറ്റിവെച്ചില്ല. അപ്പോൾ തന്നെ ദാനം ചെയ്യുന്ന യുദ്ധം മുതലായി ലഭിക്കുന്ന സമ്പത്ത് അദ്ദേഹം അന്നേ ദിവസം സൈനികർക്കും പാവപ്പെട്ടവർക്കും മതപണ്ഡിതന്മാർക്കും വീതിച്ചു കൊടുക്കുമായിരുന്നു. ഈ മതപണ്ഡിതന്മാർ എന്ന കൂട്ടത്തിൽ ഈ ക്രിസ്ത്യാനി, ജൂതൻ എന്ന പോലും വ്യത്യാസമില്ലാതെ മതത്തിനും നന്മക്കും വേണ്ടി പ്രവർത്തിക്കുന്ന സകല ആളുകളെയും അതിൽ കൂടെ കൂട്ടും. സൈനികർക്ക്, പാവപ്പെട്ടവർക്ക്, അതേപോലെ തന്നെ ഇസ്ലാം, ക്രൈസ്തവ, ജൂത പണ്ഡിതന്മാർക്ക് അവർക്കൊക്കെ ദാനം ചെയ്തു കൊടുക്കും. ഖജനാവ് എന്നും ശൂന്യമായിരുന്നു. ലഭിക്കുന്ന സമ്പത്ത് അദ്ദേഹം അന്നേ ദിവസം തന്നെ ചോദിക്കുന്നവർക്കെല്ലാം അദ്ദേഹം കൊടുക്കും എന്നാണ്. അദ്ദേഹത്തിനെ കുറിച്ച് എന്താ എംപ്റ്റിങ് ദ ട്രഷറി എന്ന ഒരു ചൊല്ലുണ്ടായത്. ഖജനാവ് കാലിയാക്കൽ എന്ന ഒരു പരിപാടിയാണ് എപ്പോഴും അദ്ദേഹം നടക്കിയത്. ഖജനാവ് സൂക്ഷിച്ചിരുന്ന ഒരു സംഘം ആളുകൾ അദ്ദേഹത്തെ അറിയാതെ എപ്പോഴും ഒരു പൈസ വന്ന വേഗം എടുത്തു മാറ്റുന്നതാണ് കണക്ക്. സലാഹുദ്ദീൻ കാണാതെ, നല്ലവരാണ് അവർ, ഖജനാവ് സൂക്ഷിപ്പുകാർ എന്ത് ചെയ്യും, സലാഹുദ്ദീൻ അറിയാതെ ഒരു പൈസ വേഗം എടുത്തു മാറ്റും. എന്തുകൊണ്ട്? പിറ്റേന്ന് ഒന്നും ഉണ്ടാവില്ല കയ്യിൽ. അദ്ദേഹത്തിൻ്റെ പണിയാണ് എംപ്റ്റിങ് ദ ട്രഷറി. ഖജനാവ് പരമാവധി കാലിയാക്കൽ അത് അദ്ദേഹത്തിൻ്റെ പരിപാടിയായിരുന്നു. അടിയന്തര ഘട്ടങ്ങളിൽ രാജ്യത്തിന് ആവശ്യമായി വരുന്ന പണം സുൽത്താൻ അറിയാതെ രഹസ്യമായി ഒരു മാറ്റിവെക്കൽ ഖജനാവ് സൂക്ഷിപ്പുകാരായ ഒരു ബറ്റാലിയൻ ഉണ്ടായിരുന്നു. അവർ പെട്ടെന്ന് അത് രാജാവിനോട് പറയില്ല. രാജാവിനോട് പറഞ്ഞാൽ രാജാവിനോട് എടുത്തു കൊടുക്കും. അങ്ങനെ ഒരു മനുഷ്യൻ പണത്തെയും വെറും മണ്ണിനെയും ഒരേ കണ്ണോടെ കാണുന്നത്, ചരിത്രം കണ്ടത് കഴിഞ്ഞ 1000 കൊല്ലത്തിനുള്ളിൽ സുൽത്താൻ സലാഹുദ്ദീനാണ്. ഒരു ഭരണാധികാരി പച്ച മണ്ണിൻ്റെ വില സ്വർണ്ണ നാണയത്തിന് കൊടുക്കുക. ഒരു ഭരണാധികാരി, ഒരു സെയിൻ്റ് അത് ചെയ്തിട്ടുണ്ടാകാം. ഇത് സെയിൻ്റ് അല്ല, ഇതാരാണ്? ഒരു സുൽത്താനാണ്, ഒരു ചക്രവർത്തിയാണ്. ഒരു സെയിൻ്റ് അങ്ങനെ ചെയ്തിട്ടുണ്ടാകാം, ഇത് സെയിൻ്റ് അല്ല. അതാണ് പച്ച മണ്ണിൻ്റെ വില പണത്തിന് കൊടുക്കുക. ഇതാണ് സത്യത്തിൽ ഭരണാധികാരികൾ ചെയ്യേണ്ടത്. അപ്പോഴേ പാവപ്പെട്ടവരുടെ പ്രശ്നം അവർ പരിഹരിക്കുക. ഈ മനുഷ്യൻ മിക്കവാറും ദിവസം നോമ്പുമാണ്. ഈ മനുഷ്യൻ, ഞാൻ മഹാനായ അലക്സാണ്ടർ, എന്താ പറയുക, ഇവരുണ്ട്, എന്താ അവരുടെ പേര്, നമ്മുടെ IPS അലക്സാണ്ടർ ജേക്കബ് സാർ പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ട്. എന്തെന്നറിയോ, അത് കാറ്റത്ത് ആടുന്ന ടെൻറ്റുകളിലാണ് പലപ്പോഴും ഈ മനുഷ്യൻ ജീവിച്ചത്. എന്നും ഉപവാസമാണ്, നോമ്പ്, മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കൂല, ഒരു പൈസ കയ്യിലുണ്ടാവില്ല. കോടാനക്കോടി സമ്പത്ത് വന്നാലും അന്ന് തന്നെ വിട്ടുകൊടുക്കും സാധുക്കളായ ജനങ്ങൾക്ക്. ജനങ്ങൾ സുഭിക്ഷമായും സന്തോഷത്തിലും നീതിയിലും ജീവിച്ചു. ആ മനുഷ്യൻ്റെ കയ്യിലൊന്നുമില്ല. എനിക്ക് കാരണം പറയുന്നുണ്ട്. ഈ കാരണം കണ്ടെത്തിയ പ്രസംഗം അവസാനിപ്പിക്കും. ഇതിന് കാരണമുണ്ട്, ഇതിന് കാരണമുണ്ട്. ഇബ്നു ശദ്ദാദ് പറയുന്ന ഒരു സംഭവം എന്തെന്നാൽ, സഹായം ചോദിച്ചു വരുന്ന ഒരാളെയും സുൽത്താൻ നിരാശപ്പെടുത്തി വിട്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ദാനശീലം ഖജനാവിനെ പലപ്പോഴും ശൂന്യമാക്കിയതാണ്. അദ്ദേഹം ഒരു പ്രവിശ്യ മുഴുവൻ ഒരാൾക്ക് സമ്മാനമായി നൽകിയപ്പോൾ അത് സ്വീകരിച്ച ആൾക്ക് തോന്നിയതിനേക്കാൾ വലിയ സന്തോഷം അത് നൽകിയ സുൽത്താൻ്റെ മുഖത്തായിരുന്നു. അതായത് ഒരാൾക്കൊരു സമ്മാനം കൊടുക്കുകയാണെങ്കിൽ അയാൾക്കുള്ളതിനേക്കാൾ സന്തോഷമായിരിക്കും ആർക്ക്? സുൽത്താനെ കൊടുക്കാൻ കഴിഞ്ഞാൽ സന്തോഷം. ശത്രുക്കളെ പോലും തൻ്റെ രാജ്യത്തുള്ളവർക്ക് മാത്രമല്ല ഇട്ടും അദ്ദേഹത്തിൻ്റെ പെട്ടിയിൽ ഒരു സ്വർണ്ണ നാണയം മാത്രം അവശേഷിക്കാൻ കാരണം. ആകെ പെട്ടിയുള്ള ഒരു സ്വർണ്ണ നാണയം. അക്കാലത്തെ യൂറോപ്യൻ രാജാക്കന്മാരും മറ്റ് മുസ്ലിം ഭരണാധികാരികളും എല്ലാവരും സ്വർണ്ണ നൂലുകൾ കൊണ്ട് തുന്നിയ പട്ടുതുണികളും വില കൂടിയ രത്നങ്ങളും പതിപ്പിച്ച കിരീടങ്ങളും ധരിച്ച് ആഡംബരത്തോടെയാണ് ജീവിച്ചിരുന്നത്. എന്നാൽ സലാഹുദ്ദീൻ ഇതിൽ നിന്ന് പൂർണ്ണമായി മാറി നിന്നു. സലാഹുദ്ദീൻ ഒരിക്കലും വില കൂടിയ പട്ടുവസ്ത്രങ്ങൾ ധരിച്ചിരുന്നില്ല. പരിക്കൻ കോട്ടൺ തുണി കൊണ്ടുള്ള വസ്ത്രങ്ങളോ ഇസ്ലാമിക നിയമപ്രകാരം അനുവദിക്കുന്ന ലളിതമായ വസ്ത്രങ്ങളോ ആണ് അദ്ദേഹം ധരിച്ചിരുന്നത്. യുദ്ധക്കളത്തിലും കൊട്ടാരത്തിലും അദ്ദേഹം ഒരേ രീതിയിൽ ലളിതമായ വസ്ത്രങ്ങളാണ് ധരിച്ചത്. അദ്ദേഹത്തിൻ്റെ വസ്ത്രധാരണം കണ്ട് ഒരു സാധാരണ സൈനികനും ചക്രവർത്തി തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാൻ പോലും അന്യനാട്ടിൽ വരുന്നതിനൊക്കെ കഴിയില്ല. അതായത് ഇതൊരു സൈനികനാണോ രാജാവാണോ തിരിച്ചറിയാൻ കഴിയില്ല. അദ്ദേഹം അത് വല്ലാത്തൊരാളാണ്. ഇവൻ സലാഡിൻ എന്ന ഒരു സിനിമയുണ്ട്. ആ സിനിമയുടെ ഒരു ഭാഗം ഒരാൾ എനിക്ക് അയച്ചു. ഞാൻ കഴിഞ്ഞ 5 വർഷം ഭാഗം കാണുന്നത്. ജെറൂസലേം കീഴടക്കുന്ന സമയത്ത് പട്ടാളം മാർച്ച് ചെയ്യാൻ കൂടെയുണ്ട്. അപ്പോൾ ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു സ്ഥലത്ത് ഒരു കുരിശ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സൈന്യത്തിൻ്റെ തിരക്കിട്ട നടത്തത്തിനിടയിൽ ആ കാറ്റിൽ എന്ത് ചെയ്തു, ഈ കുരിശ് വീണുപോയി. അപ്പോൾ സുൽത്താൻ സലാഹുദ്ദീൻ നേരെ തിരിച്ചു വന്നിട്ട് ആ കുരിശ് വെച്ച സ്ഥലത്തേക്ക് തിരിച്ചു വെച്ചിട്ടാണ് പോണത്. പിന്നെ അതായത് അന്യമതത്തിൻ്റെ ചിഹ്നങ്ങളോട് കാണിച്ച ബഹുമാനം, അത് ദീനാണ്. അവിടുന്ന് നമ്മൾ ടെററിസത്തിലേക്ക് മാറി. അത് നിങ്ങൾ പുനഃപരിശോധിക്കണം.
അത് നിങ്ങൾ പുനഃപരിശോധിക്കാൻ വേണം. അന്യമത ചിഹ്നങ്ങളെ അവമതിക്കുക അതൊരിക്കലും ഇസ്ലാം അംഗീകരിക്കില്ല. അന്യമത ചിഹ്നങ്ങൾ നിസ്സാരപ്പെടുത്തുക അതൊരിക്കലും പാടില്ല, ഇസ്ലാം അതൊരിക്കലും അംഗീകരിക്കില്ല. അത് ദീനല്ല. അന്യമത ചിഹ്നങ്ങൾ നിസാരപ്പെടുത്തുക അത് ഇസ്ലാമല്ല. ഇസ്ലാമിൽ അന്യമതത്തിൻ്റെ ആഘോഷങ്ങളെ നിസാരപ്പെടുത്തുക. ഇന്ന് നമ്മളെ നാട്ടിൽ കാണുന്ന ഈ ബഹളങ്ങൾ തെറ്റാണ് കുട്ടികളെ. ഇപ്പോൾ ഒരു ഓണക്കാലത്ത് ബഹളം വെക്കും, എന്ത് ഓണത്തെ നിസാരപ്പെടുത്തും, അത് ഇസ്ലാം അംഗീകരിക്കില്ല. ഒരു ക്രിസ്തുമസ് കാലത്ത് ക്രിസ്തുമസിനെ നിസാരപ്പെടുത്തും, അത് ഇസ്ലാം അംഗീകരിക്കില്ല കുട്ടികളെ. അതെന്താണ് പറഞ്ഞാൽ മനസ്സിലാകാത്തത്? അതിനെ ബഹുമാനിക്കൽ നമ്മുടെ കടമയാണ്. അവരുടെ ചിഹ്നങ്ങളും അവരുടെ സന്തോഷങ്ങളെയും ബഹുമാനിക്കൽ നമ്മുടെ കടമയാണ്. നമ്മളത് എടുത്തണിയലല്ല, മനസ്സിലായി? ഒരു കുരിശ് നീ തൂക്കലല്ല. പക്ഷെ ഒരു കുരിശിന് അവൻ്റെ മുന്നിൽ നിൻ്റെ ഒരു സഹോദരനായ ക്രിസ്ത്യാനിയുടെ മുന്നിൽ ഒരു കുരിശിന് എന്തുണ്ട്, ഒരു വിലയുണ്ട് എന്ന് നീ മനസ്സിലാക്കലാണ് നിൻ്റെ മതം. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായത്? ചിന്തിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. അതായത് നീ കുരിശ് കഴുത്തിൽ തൂക്കല്ല വേണ്ടത്, അത് ശിർക്കിൻ്റെ ഭാഗമാണ്, നീ അത് ചെയ്യേണ്ടത്. അതേ സമയത്ത് നിന്റെ സഹോദരനായ ക്രിസ്ത്യാനിയുടെ മനസ്സിൽ ആ കുരിശിന്റെ വില നീ മനസ്സിലാക്കൽ നിന്റെ മതമാണ്. ആ കുരിശിനെ അവമതിക്കാതിരിക്കൽ നിന്റെ മതമാണ്. മനസ്സിലാവുണ്ട് പറഞ്ഞത്? ഇതെന്താ മനസ്സിലാക്കാത്തത്? ഇത് കാണിച്ച ഒരു സമ്പൂർണനായ ഈ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ പക്ക ഖാദിരി. ഞാൻ പറഞ്ഞില്ലേ, സുൽത്താൻ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി മരിക്കുമ്പോൾ ഈ മനുഷ്യന് 29 വയസ്സാണ്. ജീലാനിയിൽ നിന്ന് സ്വീകരിച്ചിട്ടുണ്ടെന്നും ഖാദിരിയത്ത് സ്വീകരിക്കുന്ന ജീലാനി തങ്ങൾ പാപ്പാൻ്റെ നേരെ മകനിൽ നിന്നാണ് സ്വീകരിക്കുന്നതെന്നും അഭിപ്രായമുണ്ട്. സ്വന്തം മകനിൽ നിന്ന്. സൈന്യത്തിലുണ്ട് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ മകൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ 2 മക്കൾ സൈന്യത്തിലുണ്ട്. ഖാദിരികൾ, ഈ സൈന്യം മുഴുവൻ ഖാദിരികളുമാണ്. അതുകൊണ്ടാണ് ഒരു രക്തച്ചൊരിച്ചിലില്ലാതെ മനസ്സിലാണ്ട് പറഞ്ഞത്. ഇതില്ലായ്മയാണ് മുഹമ്മദ് അബ്ദുൽ വഹാബിന് പറഞ്ഞത്. സൈനിക നീക്കം നടക്കാം, പക്ഷെ രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കണം. ഞാൻ എന്തുകൊണ്ടാണ് ഈ വഹാബിയത്തിനെതിരാവുന്നത്? ഞാൻ എന്തുകൊണ്ടാണ് ഈ ISIS-നെതിരാവുന്നത്? ഈ ISIS എന്ന വഹാബിയത്തിൻ്റെ സൃഷ്ടിയാണ്. എന്തുകൊണ്ടാണ്? അവർക്ക് ആത്മീയത ഇല്ല. അവർ ഒരാളെ കൊല്ലുന്നവർക്ക് വിഷയമല്ല. ഇസ്ലാം ഒരിക്കലും ടെററിസത്തെ പ്രസവിച്ചിട്ടില്ല, വഹാബിയത്താണ് പ്രസവിച്ചത്. അത് ഇസ്ലാമല്ല, അത് യഥാർത്ഥ ഇസ്ലാമല്ല. ഇവർ ഖാദിരികളാണ്. സുൽത്താൻ സലാഹുദ്ദീൻ പക്ക ഖാദിരിയാണ്. അപ്പൊ എന്താ വസ്ത്രത്തിലെ ലാളിത്യം, ഒരു ചായപ്പണികളില്ല. സ്വർണ്ണാഭരണങ്ങളോ ആഡംബര ചിഹ്നങ്ങളോ ധരിക്കരുതെന്നത് അദ്ദേഹം വെറുത്തു. വസ്ത്രങ്ങളിൽ ചായപ്പണികളോ അലങ്കാരപ്പണികളോ ഉണ്ടാകരുതെന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. ഒരു അദ്ദേഹം ഒരു സൈന്യത്തിലുണ്ടെങ്കിൽ ചക്രവർത്തിയെയും ഒരു സൈനികനെയും തിരിച്ചറിയാൻ ഒരു പുറത്തുനിന്ന് വരുന്ന ഒരാൾക്ക് കഴിയില്ല. ഒരു വലിയ സാമ്രാജ്യത്തിന് അധിപനായിട്ടും കൊട്ടാരത്തിലെ വലിയ വിരുന്നുകളോ ആഡംബരങ്ങളോ ഭക്ഷണത്തിലോ അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. അദ്ദേഹം സൈന്യത്തിൻ്റെ കൂടെയാണ് ഭക്ഷണം കഴിച്ചിരുന്നത്. ജീവിതത്തിൻ്റെ ഭൂരിഭാഗവും സമയം യുദ്ധക്കളങ്ങൾ ചെലവഴിച്ച സലാഹുദ്ദീൻ തൻ്റെ സാധാരണ സൈനികർ കഴിക്കുന്ന അതേ ഭക്ഷണം അവരുടെ തളികയിലിരുന്നാണ് സുൽത്താൻ സലാഹുദ്ദീൻ ഭക്ഷണം കഴിച്ചത്. ഉണങ്ങിയ റൊട്ടിയും കുറഞ്ഞ കറിയും, ഉണങ്ങിയ റൊട്ടി അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭക്ഷണം. ദമാസ്കസിലോ ഈജിപ്തിലുള്ള കൊട്ടാരങ്ങളിലായിരിക്കുമ്പോൾ പോലും വലിയ വിരുന്നുകൾ അദ്ദേഹം ഒഴിവാക്കി. സാധാരണ ജനങ്ങൾക്കും പാവപ്പെട്ടവർക്കും തനിക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയിരുന്നു. അതായത് ഏത് സാധാരണക്കാരനും ചക്രവർത്തിയുടെ കൂടെ ഇരുന്ന് അതാണ് ദീന്, അതാണ് മുഹമ്മദിയത്ത്. അത് തിരിച്ചു വരാത്ത കാലത്തോളം നമ്മുടെ സമുദായം നന്നാവില്ല. നമ്മൾ നബിയിലേക്ക് തിരിച്ചു പോകണം. നമ്മൾ നബിയിലേക്ക് തിരിച്ചു പോകണമെങ്കിൽ നമ്മളെ ഇന്നത്തെ ഈ ഊഷരമായ അവസ്ഥ ഒഴിവാക്കണം. നേതാവ് അനുയായും തമ്മിലുള്ള അകലം ഒഴിവാക്കണം. നേതാവിന് വേണ്ടതെന്താ? നീതിബോധമാണ്. ഇന്ന് നേതാവിനില്ലാത്തതെന്താ? നീതിബോധമാണ്. ഞാൻ നിങ്ങളോട് പ്രസംഗത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞു, പിന്നെയും പറയാം, ഞാൻ എൻ്റെ ജീവിതത്തിൽ നീതിമാനായ നേതാവിനെ കണ്ടിട്ടില്ല. അതുകൊണ്ട് എല്ലാ നേതാക്കളോടും എനിക്ക് വെറുപ്പാണ്. മനസ്സിലില്ല, എൻ്റെ മനസ്സിൽ നേതാവില്ല. എന്തുകൊണ്ട്? നേതാവിന് വേണ്ടത് എന്താ? നീതിയാണ്. നീതി നടത്തുന്ന ഒരു നേതാവിനെ എൻ്റെ ആയുസ് ഞാൻ കണ്ടിട്ടില്ല. 59 വയസ്സായി കണ്ടിട്ടില്ല. നീ കാണാൻ തോന്നുന്നില്ല. നിങ്ങൾക്ക് എന്തേ തോന്നിയേക്കാം? നിങ്ങൾ ആരുടെ അതൊക്കെ എന്ത് ഈ രോമത്തിന് വില ഉണ്ട് എനിക്ക്. ആ നേതാക്കന്മാർക്ക് ദേഷ്യം വരും, പോയി പണി നോക്കിയാൽ ആരുടെ നേതാവിനോട് നീതി ബോധമാണ്. അതുകൊണ്ട് നിലവിലുള്ള ഒരു നേതാവിനെ ഞാൻ അംഗീകരിക്കില്ല. കാരണം നീതി കാണാനില്ല. നീതി കാണാത്ത കാലത്തോളം അംഗീകരിക്കാൻ കഴിയില്ല. നീതി പോവും.
നീതിയുടെ കൂടെ നിൽക്കുന്നൊരു മനസ്സെങ്കിലും വേണം. അതാണ് പ്രശ്നം. ജനങ്ങൾക്ക് വേണ്ട നീതിമാനാണ്. അതുകൊണ്ട് തന്നെ അതുകൊണ്ട് മഹദി എന്തുകൊണ്ടാണ് വരിക? നീതി. യംലഉൽ അർള അദ്ലൻ, ഭൂമി മുഴുവനും നീതി നിറക്കും. കമാ മുലിഅത് ജൗറൻ വദുൽമൻ, അക്രമവും അരാജകത്വവും നിറക്കപ്പെട്ട ഒരു കാലത്ത് വന്നിട്ട് നീതി നിറക്കും. ആര്? അപ്പം ജനങ്ങൾക്ക് വേണ്ട എന്താ? കിറ്റല്ലട ചങ്ങായി, കിറ്റാണ് ജനങ്ങൾക്ക് വേണ്ടത്. ജനങ്ങൾക്ക് വേണ്ടത് എന്താ? നീതിയാണ്. നിങ്ങളൊരു കാര്യം പോയി പറഞ്ഞിട്ട് നീതിയോടുകൂടി നിങ്ങളെ പ്രശ്നം നടത്തി തരാവുന്ന ഒരാളെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഭൂമിയിൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് എനിക്ക് ഫോൺ ചെയ്യണം, അയാളൊന്ന് കാണാനാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട